എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. എസ് രഞ്ജിത്ത്, നാടകീയമായ അറസ്റ്റാണ് നമ്മൾ ഇന്നലെ കണ്ടത്. രാത്രി മുഴുവൻ ദില്ലി നഗരം അക്ഷരാർത്ഥത്തിൽ വലിയ പ്രതിഷേധത്തിന്റെ മുനയിൽ തന്നെയായിരുന്നു. ഇന്ന് രാജ്യമെമ്പാടും ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധവുമുണ്ട്. നമുക്ക് രണ്ടായിട്ട് ആ വാർത്തയെ സമീപിക്കാം. എന്താണ് ഇനി അരവിന്ദ് കെജ്രിവാളിന് മുന്നിലുള്ള സാധ്യതകൾ? ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? വിചാരണ കോടതിയിൽ പോകുന്നു, ഒപ്പം സുപ്രീം കോടതിയിലെ കേസ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം അതിനെതിരെയുള്ള പ്രതിഷേധമാണ്. ആദ്യം നമ്മൾ നിയമ നടപടികളിലേക്ക് വന്നാൽ ഇനി അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് സാധ്യതകളുള്ളത്? എസ് രഞ്ജിത്ത്. അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് ഇന്നത്തെ ദിനം ഏറെ നിർണായകമാണ്. ഇപ്പോൾ ഇ ഡി കസ്റ്റഡിയിലുള്ള കെജ്രിവാളിനെ ഇന്ന് വിചാരണ കോടതിയിൽ ഹാജരാക്കും. അവിടെ സ്വാഭാവികമായും ഇ ഡി അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം വിചാരണ കോടതിയിൽ ആവശ്യപ്പെടും. അതേസമയം അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ ഇത് അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഈ അറസ്റ്റ് നടപടി റദ്ദാക്കണമെന്നും ആവശ്യപ്പെടും. എന്നാൽ വിചാരണ കോടതി എടുക്കുന്ന നിലപാട് അത് ഇന്ന് ഏറെ നിർണായകമായിരിക്കും. അരവിന്ദ് കെജ്രിവാളിന്റെ ഈ അറസ്റ്റ് റദ്ദാക്കാൻ തയ്യാറായാൽ അത് ഇ ഡിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും. കെജ്രിവാളിനെയും AAPയെ സംബന്ധിച്ച് അത് വലിയ ആശ്വാസവുമാകും. ഇനി മറിച്ചായാൽ കെജ്രിവാളിനെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും സുപ്രീം കോടതിയും ഇന്ന് ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. ഇന്നലെ തന്നെ അടിയന്തരമായി കേസ് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് AAP സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ചീഫ് ജസ്റ്റിസ് കേസ് ഇന്നലെ തന്നെ പരിഗണിക്കാൻ തയ്യാറായില്ല. പകരം ഇന്ന് പരിഗണിക്കാം എന്നൊരു നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ഇന്ന് 10:30 സുപ്രീം കോടതി ചേരുമ്പോൾ ആദ്യം തന്നെ ഈ വിഷയം മെൻഷൻ ചെയ്യാനാണ് AAP തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആദ്യ കേസായി തന്നെ സുപ്രീം കോടതി ഈ വിഷയം പരിഗണിക്കും. സുപ്രീം കോടതിയുടെ നിലപാടും ഇന്ന് ഏറെ നിർണായകമാണ്. സുപ്രീം കോടതി ഈ അറസ്റ്റ് റദ്ദാക്കാൻ തയ്യാറായില്ലെങ്കിൽ, അതായത് വിചാരണ കോടതിയും സുപ്രീം കോടതിയും ഈ അറസ്റ്റ് നടപടി റദ്ദാക്കാൻ തയ്യാറായില്ലെങ്കിൽ കെജ്രിവാളിന് സ്വാഭാവികമായും തീഹാർ ജയിലിലേക്ക് പോകേണ്ടി വരും. അതാണ് നിലവിലത്തെ സാഹചര്യം. ഈ കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ദില്ലിയിൽ നടക്കുന്നത്. ഇന്ന് 10 മണിക്ക് BJP ആസ്ഥാനത്തേക്ക് AAP പ്രവർത്തകർ മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കനത്ത സുരക്ഷയിലാണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനമുള്ളത്. കേന്ദ്ര സേനയെ അടക്കം വിന്യസിച്ചിട്ടുണ്ട് രാജ്യ തലസ്ഥാനത്ത്. ഒപ്പം തന്നെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഇന്ത്യ മുന്നണിയും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്നും വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. കോൺഗ്രസ് DCCകളോടും പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതേസമയം കെജ്രിവാൾ രാജിവയ്ക്കേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് AAPയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കെജ്രിവാൾ ജയിലിൽ നിന്ന് ഭരിക്കും എന്നാണ് AAP വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം കെജ്രിവാളിനെ അങ്ങനെ ജയിലിൽ നിന്ന് ഭരിക്കാൻ അനുവദിക്കില്ല എന്നൊരു നിലപാടിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രതികരണം ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ജയിലിൽ നിന്ന് അങ്ങനെ ഒരു മുഖ്യമന്ത്രിക്ക് ഭരിക്കാനാകില്ല, അത് ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാക്കും എന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രതികരണമായി ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അങ്ങനെ ജയിലിൽ നിന്ന് കെജ്രിവാളിനെ ഭരിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് ഇതിനകം തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ദിനം ഏറെ നിർണായകമാണ് കെജ്രിവാളിനെ സംബന്ധിച്ച്, AAPയെ സംബന്ധിച്ച്. നമുക്ക് വാർത്ത വരുന്നത് പ്രകാരം പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കാം. ദില്ലിയിലെ സംഭവ വികാസങ്ങളുടെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം നോബൽ മാരിക്കാരൻ അല്പസമയത്തിനുള്ളിൽ ചേരും. ഒപ്പം ഇന്ത്യ മുന്നണിയുടെ വിവിധയിടങ്ങളിലെ നേതാക്കളുടെ പ്രതികരണങ്ങളും ഇന്ന് ദില്ലിയിൽ നടക്കുന്ന രാഷ്ട്രീയമായ ആ നാടകത്തിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള കവറേജ് റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് ഒരുക്കുന്നതായിരിക്കും. താങ്ക് യു രഞ്ജിത്ത്. നമുക്ക് വാർത്തകൾ വരുന്നതനുസരിച്ച് പ്രേക്ഷകരിലേക്ക് എത്താം. നമ്മളിപ്പോൾ